ഞാനേ അതിരാവിലെ തന്നെ എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കോള് വിളിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു അനുഭവങ്ങളാണ് നമ്മളെ മക്കളെ വിദ്യാഭ്യാസം എന്നുള്ളത്. അതായത് ഇപ്പോൾ SLC ഫലമൊക്കെ വന്ന് നമ്മൾ +1 പോകുന്നവരുണ്ട്, +1 ഫലം വന്ന് +2 പോകുന്നവരുണ്ട്, അതുപോലെ +2 ഫലം വന്ന് ഡിഗ്രിയിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ഓരോ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഏത് കോളേജുകൾ സീറ്റിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഫീസിൻ്റെ അളവ് നമ്മളെ മാതാപിതാക്കൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ്. അപ്പോൾ അത് വെച്ചാൽ അതിന് സർക്കാർ ഇതുവരെ ഒരു ഇതും നിലവിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക, സാധാരണക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ മാതാപിതാക്കൾക്ക് ആ കൊച്ചുങ്ങൾക്ക് നല്ലൊരു പഠനം, അതായത് ഞാൻ കഷ്ടപ്പെട്ട വഴിയിലല്ല, അതിലൊരു നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ 2 ലക്ഷവും 3 ലക്ഷമൊക്കെ ഫീസ് ചോദിക്കുന്ന പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ ഫീസുകൾ അധികം ചോദിക്കുമ്പോൾ, അല്ലെ നമ്മൾക്കൊരു EMI ഓപ്ഷൻ വെക്കുകയോ അല്ലെ കുറച്ച് തവണകളായിട്ട് അടിച്ചു തീർക്കാനുള്ള ഓപ്ഷനോ കോളേജുകളോ അതോ പ്രൊഫഷണൽ കോളേജുകളോ അതുപോലെ സർക്കാരിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇതിനൊരു നിലപാട് ഉണ്ടാവണമെന്നാണ് എനിക്ക് വിനീതമായി ഞങ്ങളെ ഓരോരുത്തരെയും മാതാപിതാക്കളെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കുണ്ടായ ഇതേമാതിരിയുള്ള ഓരോ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഇതിനൊരു സൊല്യൂഷൻ ദയവ് ചെയ്ത് നമ്മുടെ ഭരണകൂടം ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് സർക്കാരിലേക്ക്, അതായത് അധികാരത്തിൽപ്പെട്ടവരിലേക്ക് എത്തുന്നത് വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.